ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എക്സൽ വിത്ത് ആഷിഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാലി പ്രൈമിൽ കമ്പനി ക്രിയേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ടാലി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായത് ടാലി ഡൗൺലോഡ് ചെയ്യുന്നതായിരുന്നു. നമുക്ക് ടാലി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്രിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലും ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തികച്ചും ഫ്രീ ആണ്. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ടാലി റിലേറ്റഡ് ക്ലാസ്സസും എക്സൽ റിലേറ്റഡ് ക്ലാസ്സസും GST റിലേറ്റഡ് ക്ലാസ്സസ് എല്ലാം നമ്മൾ അതിൽ ഫ്രീ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. ഇതിന്റെ സപ്പോർട്ടിങ് ഡോക്യുമെന്റും കാര്യങ്ങളും നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ടാലി ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇതിലിപ്പം ലിസ്റ്റ് ഓഫ് കമ്പനീസ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഓൾറെഡി ആ ഒരു സിസ്റ്റത്തിൽ ഏതെങ്കിലും തരത്തിലെ ഡാറ്റാസ് ഉണ്ടെങ്കിൽ, ടാലി ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഇതിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഇനി വേറെ ഏതെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ലുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ അത് നോക്കുന്നില്ല. നമ്മളിപ്പം ജസ്റ്റ് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്താൽ കമ്പനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുന്നത്. അപ്പൊ ഇവിടെ ക്രിയേറ്റ് കമ്പനിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് കമ്പനിയിൽ വന്നു ചെയ്താൽ ഇവിടെ കമ്പനി ഡാറ്റ പാത്ത് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. മുമ്പ് നമ്മൾ ERP സോഫ്റ്റ്വെയർ, ഇപ്പോൾ ടാലി ERP9 ഈ ഒരു ഫീച്ചർ ഉണ്ടായിരുന്നില്ല. അതായത് ടാലി എവിടെയാണോ നമ്മൾ ഏത് പാത്ത് എന്ന് വെച്ചാൽ സ്റ്റോറേജിൽ ഇപ്പൊ നമുക്ക് C ഡ്രൈവ്, D ഡ്രൈവ്, HNL ഉണ്ടാവും. അതായത് ഹാർഡ് ഡിസ്കിൽ സേവ് ചെയ്യണോ, അതല്ല സിസ്റ്റം സ്റ്റോറേജിൽ സേവ് ചെയ്യണോ, അങ്ങനെ പാത്ത് നമ്മൾ ഡിസൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു ഫീൽഡ്. അപ്പോ നമ്മൾ ടാലി ഏതിലാണോ ഇൻസ്റ്റാൾ ചെയ്തത്, നമ്മളിപ്പോ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, നമ്മളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ D ഡ്രൈവിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്. ഓക്കെ, അത് കാരണം എന്ന് വെച്ചാൽ ERP9 ഏതിലാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിലേക്ക് തന്നെ കമ്പനി ഡാറ്റയും നമ്മൾ പാത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, പക്ഷെ ടാലി പ്രൈമിലേക്ക് വരുമ്പോൾ നമുക്ക് കമ്പനി പാത്ത് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളെ സിസ്റ്റത്തിൽ എന്തെങ്കിലും ക്രാഷസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ, സോഫ്റ്റ്വെയർ ക്രാഷ് എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ, C ഡ്രൈവിലാണ് നിങ്ങൾ ഡാറ്റ പാത്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡാറ്റ എന്തായാലും ലോസ്റ്റ് ആകും. അപ്പോൾ നിങ്ങളെ സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ D ഡ്രൈവോ ഇല്ലെങ്കിൽ F ഡ്രൈവോ അത് നിങ്ങൾ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഡാറ്റ. അപ്പോൾ ഹാർഡ് ഡിസ്കിലേക്ക് കൊടുക്കാൻ നോക്കാം ഡാറ്റ ബാക്കപ്പ്. ഓക്കെ, ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ടാലി ഇൻസ്റ്റാൾ ചെയ്ത പാത്ത് ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏത് ഫോൾഡർ ആണോ വേണ്ടത് അതിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ സ്പെസിഫൈ പാത്ത് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാത്ത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതല്ല ഇവിടെ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഏതാണോ ഫോൾഡർ വേണ്ടത്, ഇപ്പം D ഡ്രൈവ് ആണോ C ഡ്രൈവ് ആണോ ഇവിടെ ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം D ഡ്രൈവ് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ D ഡ്രൈവിലേക്ക് അത് പോയി. ഇനി നിങ്ങൾക്കിത് ഏതെങ്കിലും ഓൺലൈൻ ഡ്രൈവിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മുകളിൽ സെലക്ട് ഫ്രം ഡ്രൈവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് പാത്തിൽ വരുന്നത്. പിന്നെ കമ്പനി നെയിം നമുക്ക് ജസ്റ്റ് ഏതെങ്കിലും ഒരു കമ്പനി നെയിം കൊടുക്കാം. എക്സൽ ആഷിഫ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഓക്കെ, മെയിലിംഗ് നെയിം സെയിം തന്നെ കൊടുക്കുന്നു. നിങ്ങൾക്ക് അഥവാ നിങ്ങളെ രജിസ്റ്റേർഡ് നെയിം എക്സൽ ആഷിഫ് ലിമിറ്റഡ് ആണ്, നമുക്ക് ട്രേഡിംഗ് നെയിം വരുന്നത് എക്സൽ വിത്ത് ആഷിഫ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ബില്ലിംഗിൽ വരേണ്ട പേരസ് കാര്യങ്ങൾ ചേഞ്ചസ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെയിലിംഗ് അഡ്രസ് നെയിമിൽ കൊടുക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കുക. കാരണം അഡ്രസ്സ് വളരെ മാൻഡേറ്ററി ആണ്. നിങ്ങളിപ്പം എവിടെയാണെങ്കിലും, ഇന്ത്യയിലാണെന്നെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും അഡ്രസ്സ് ഭയങ്കര മാൻഡേറ്ററി ആണ്. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം 5 കോടിയുടെ മുകളിൽ സെയിലും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സ് അടിക്കണം. അതുപോലെ തന്നെ 50,000 മുകളിൽ ബില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഇ-വേ ബില്ല് അടിക്കണം. അപ്പോൾ നമ്മൾ ബില്ലിലെ അഡ്രസ്സ് എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ വരുത്തി GST × 2 ആണ്. ഓക്കെ, അതായത് 1 ലക്ഷം രൂപ ബില്ല് അടിച്ച് ചെയ്ത് ഏകദേശം 36,000 രൂപ ഫൈൻ വരും അഡ്രസ്സ് കാര്യങ്ങളിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളിൽ വളരെ മാൻഡേറ്ററി ആണ്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കണം. ഇവിടെ ജസ്റ്റ്
കൊടുക്കുന്നു. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അഡ്രസ്സ് കൊടുക്കാം. നിങ്ങൾ വിത്ത് ബിൽഡിംഗ് നമ്പർ അടക്കം ഇവിടെ കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുന്നത് സ്റ്റേറ്റ് ആണ്. ഇവിടെ നിന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ ഇപ്പം കൺട്രി ഓട്ടോമാറ്റിക് ഇന്ത്യ എന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾ അതർ കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ആദ്യം കൺട്രി ചേഞ്ച് ആക്കുക. ഇപ്പൊ UAE ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം പോയിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആക്കാം. UAE തന്നെ ഉണ്ടാകും, ചിലപ്പം UAE തന്നെ ഉണ്ട്. ഓക്കെ, UAE തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇപ്പൊ ഇന്ത്യയിലായതുകൊണ്ട് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നു. ഇവിടെ സ്റ്റേറ്റ് കേരള കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ സ്റ്റേറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് കൺട്രി ഉണ്ട്. ജസ്റ്റ് ചേഞ്ച് കൺട്രി അടിച്ച് കൺട്രി ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. സ്റ്റേറ്റും ഞാൻ പറഞ്ഞതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ സ്റ്റേറ്റിന് പുറത്ത് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ IGST ആണ് വാല്യൂ വരുന്നത്. അപ്പോൾ GST കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് നോക്കിയിട്ട് തന്നെ ഫില്ല് ചെയ്യുക. പിൻകോഡ് ഇവിടെ ഞാൻ ഫില്ല് ചെയ്യുന്നു. ടെലിഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ടെലിഫോൺ നമ്പർ നിങ്ങൾ ഫില്ല് ചെയ്യുക. മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യാം. മാൻഡേറ്ററി അല്ല കേട്ടോ, നിങ്ങളെ കമ്പനീസിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഫില്ല് ചെയ്യാം. മെയിൽ ID ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഇവിടെ കൊടുക്കുന്ന എല്ലാ ഫീൽഡും നിങ്ങൾക്ക് ബിൽ പ്രിന്റിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് കറൻസി INR കൊടുത്തിട്ടുണ്ട്. UAE ആണെന്നുണ്ടെങ്കിൽ ഇവിടെ UAE കൊടുക്കുക കൺട്രിയിൽ. അതുപോലെ തന്നെ ഇവിടെ ദിർഹംസ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ നിങ്ങളെ കറൻസി, പ്രൈമറി കറൻസി, അതിവിടെ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ കറൻസി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം പ്രൈമറി കറൻസി അവിടെ തിരഞ്ഞെടുക്കുക. അടുത്തതായി കൊടുക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ്. നോർമലി ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാവുക April to March ആണ്. പക്ഷെ ചില കമ്പനീസ് എന്ത് ചെയ്യും, January to December എടുക്കുന്ന കമ്പനീസ് ഉണ്ട്, May to June എടുക്കുന്ന കമ്പനീസ് ഉണ്ട്. അത് ഡിപ്പെൻസ് ആണ്. ഇപ്പൊ കേരളത്തിലോ ഇപ്പം ഇന്ത്യയിലെല്ലാം ഓൾമോസ്റ്റ് April to March ആണ് ഉണ്ടാവുക. UAE വന്നു കഴിഞ്ഞാൽ January to December ഉണ്ടാകും. അപ്പോൾ ഏതാണോ നിങ്ങളെ ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് അതിവിടെ കറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്ത് കൊടുക്കുക. ഫിനാൻഷ്യൽ ഇയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്ക് ബിഗിനിങ് ഫ്രം ചോദിക്കുന്നുണ്ട്. ബുക്ക് ബിഗിനിങ് ഫ്രം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ April മാസമാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ വരുന്നത്. പക്ഷെ നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് June മാസത്തിലാണെന്ന് വിചാരിക്കുക. നമുക്ക് അക്കൗണ്ട്സും ഇൻവെന്ററീസ് എല്ലാം June മാസം മുതലേ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 1 June ആണ് ബുക്ക് ബിഗിനിങ് ഫ്രം കൊടുക്കുന്നത്. അതായത് ഫിനാൻഷ്യൽ ഇയറിന് ശേഷം, അതായത് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ഫ്രം ഏതാണോ കൊടുത്തത് അതിന് ശേഷമുള്ള ഡേറ്റ് മാത്രമേ ബുക്ക് ബിഗിനിങ് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, കാരണം അത് മുതലേ നമുക്ക് പിന്നെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ തിരിയും. കാരണം ഫിനാൻഷ്യൽ ഇയർ 1 April 2025 കൊടുത്തു. നമ്മളെ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് May 5 വിചാരിച്ചാൽ ബുക്ക് ബിഗിനിങ് ഇവിടെ May 5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് April 2 എൻട്രി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബുക്ക് ബിഗിനിങ് ഫ്രം ഡേറ്റ് തൊട്ടിട്ടേ നമുക്ക് എൻട്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യമാണ് കമ്പനി ക്രിയേഷനിൽ വരുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഡീറ്റെയിൽ ആക്കാം. ആദ്യം കമ്പനിയുടെ പാത്ത് നിങ്ങൾ കൊടുക്കുക. എവിടെയാണോ കമ്പനിയുടെ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഇവിടെ കൊടുക്കുക. ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമ്പനിയുടെ നെയിം, മെയിലിംഗ് നെയിം അഥവാ എന്തെങ്കിലും ബില്ലിൽ പ്രത്യേകിച്ച് നെയിം വേണമെന്നുണ്ടെങ്കിൽ ഇത് എഡിറ്റ് ചെയ്യുക. അതെല്ലാം ആ പേരിന് കൊടുക്കുക. അഡ്രസ്സ് ഫുൾ ആയിട്ട് കൊടുക്കുക. സ്റ്റേറ്റ് കൊടുക്കുക. അതേപോലെ തന്നെ കൺട്രി, അതേപോലെ തന്നെ പിൻകോഡ്, ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ്, കറൻസി തിരഞ്ഞെടുക്കുക. ഫിനാൻഷ്യൽ ഇയർ ബിഗിനിങ് ഫ്രം കൊടുക്കുക. ബുക്ക് ബിഗിനിങ് ഫ്രം കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്യാം. ഇവിടെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും വരിക. കറക്റ്റ് നമുക്ക് മുമ്പിലെ ടാലീസിൽ ഇപ്പം ERP 9 വെച്ച് നോക്കിയാൽ കമ്പനി ക്രിയേഷൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഫങ്ഷൻസ്, ഫീച്ചേഴ്സ് എല്ലാം ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ F11 പോകണം. ഓക്കെ, അത് ടാലി പ്രൈമിലേക്ക് വരുമ്പോൾ നിങ്ങൾ കമ്പനി ക്രിയേഷൻ വിൻഡോ തന്നെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പോകുന്ന വിൻഡോ ഇതായിരിക്കും. ഓക്കെ, ഇതിലിപ്പോൾ നമ്മളെ കമ്പനി ക്രിയേഷൻ സക്സസ്ഫുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ പേര് കാണിക്കുന്നുണ്ട്, ഷോ മോർ ഫീച്ചേഴ്സ് എന്നിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഇവർ കാണിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൽ എസ് കൊടുക്കുക. അതേപോലെ തന്നെ ഷോ ഓൾ ഫീച്ചേഴ്സ് എന്നുള്ളത് എസ് കൊടുത്താൽ അതിൻ്റെ ടോട്ടലി ഫീച്ചേഴ്സ് വരും. നമ്മൾ ഇതിൽ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല, ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ വന്നു കഴിഞ്ഞാൽ മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ്, നമുക്ക് എന്തായാലും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എസ് കൊടുക്കുന്നു. ഇനേബിൾ
ബിൽ വൈസ് എൻട്രി, നമുക്ക് ബിൽ വൈസ് എൻട്രീസും ചെയ്യണം. ഓക്കെ, അപ്പോൾ എസ് കൊടുക്കുന്നു. നമുക്ക് അതായത് ഇപ്പോൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത്, റിസീപ്റ്റ് ചെയ്യുന്ന സമയത്ത്, എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്തെല്ലാം ബിൽ വൈസ് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജിങ്ങും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ബിൽ വൈസ് എൻട്രീസ് നിർബന്ധമായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഇനേബിൾ കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്റർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വേറെ തന്നെ സെപ്പറേറ്റ് നമ്മൾ ക്ലാസ് ചെയ്യുന്നതായിരിക്കും. കോസ്റ്റ് സെന്റർ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കാം. ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ, അതായത് നിങ്ങൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ കൊടുക്കാം. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ഇൻവെന്ററി, അതായത് ഇൻവെന്ററി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ചോദിക്കുന്നത്. അതായത് നിങ്ങളുടെ സ്ഥാപനം സ്റ്റോക്ക് റിലേറ്റഡ് ചെയ്യുന്ന സ്ഥാപനമാണോ, അതല്ല സർവീസ് റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥാപനമാണോ എന്ന് ചോദിക്കുന്നത്. ഇൻവെന്ററി കാര്യങ്ങൾ, അതായത് പ്രൊഡക്റ്റ് വൈസ് നമുക്ക് പർച്ചേസ് ചെയ്യാനും സെല് ചെയ്യാനും, സെയിൽ ഓർഡർ, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, ഇതെല്ലാം ചെയ്യുന്നതിന് നമുക്ക് ഇൻവെന്ററി ഇനേബിൾ ചെയ്യണം. എന്നാലേ നമുക്ക് സ്റ്റോക്കിന്റെ ഇന്ന്, ഔട്ട്, ബാലൻസ്, സ്റ്റോക്ക് റിപ്പോർട്ട്, സ്റ്റോക്ക് വാല്യുവേഷൻ, ഈ വക ഫങ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് എസ്, അത് നിർബന്ധമായിട്ട് എസ് ചെയ്യണം. പിന്നെ ഇന്റഗ്രേറ്റ് അക്കൗണ്ട്സ് വിത്ത് ഇൻവെന്ററി, അതായത് രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യണം. നമുക്ക് ഇനേബിൾ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ. മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ എന്ന് വെച്ചാൽ നമ്മളൊരു പ്രൊഡക്റ്റിന് തന്നെ മൾട്ടിപ്പിൾ പ്രൈസിൽ നമുക്ക് സെല് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളൊരു സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ്, റീറ്റെയിൽ റേറ്റ്, കസ്റ്റമർ റേറ്റ്, സ്റ്റാഫ് റേറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ റേറ്റ്സ് ഉണ്ടാവും. അതായത് വിൽക്കുന്ന വിലകളിലുള്ള വ്യത്യാസം ഉണ്ടാകും. കാരണം ഹോൾസെയിൽ ആകുമ്പോൾ നമുക്കൊരു 20% ഡിസ്കൗണ്ടിലും, അതേ കസ്റ്റമേഴ്സിന് റീറ്റെയിൽ ആകുമ്പോൾ ഒരു 10% ഡിസ്കൗണ്ടിലും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനാകുമ്പോൾ ഒരു 30% ഡിസ്കൗണ്ടിലും സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൾട്ടിപ്പിൾ പ്രൈസ് ലെവൽ കൊടുക്കാം. പിന്നെ ഇനേബിൾ ബാച്ചസ് ഇനേബിൾ ചെയ്യണമെന്ന് ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് തന്നെ ചിലപ്പോൾ 2-3 MRP നമ്മൾ സെല് ചെയ്യും. അതായത് 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇപ്പം വന്നു വിചാരിക്കുക, അത് നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ 90 രൂപക്കായിരിക്കും വെക്കുക. അതേ സാധനം നമ്മളിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്, നാളെ 200 രൂപക്ക് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അതിന് നമ്മൾ 10% ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ അത് 150 രൂപയാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാച്ച് MRP ബേസിലോ, അതല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കറിയാം ബാച്ച് വൈസ്, ഇപ്പം മെഡിക്കൽ ഫീൽഡിലാകുമ്പോൾ ഓരോ ബാച്ചിനും എക്സ്പയറിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എക്സ്പയറി ആയിട്ടുള്ള സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനും, അതുപോലെ ബാച്ച് വൈസ് നിങ്ങൾക്ക് റേറ്റ് സെറ്റ് ചെയ്യാനെല്ലാം ഈ ഒരു ബാച്ച് ഇനേബിൾ ആക്കുന്നതോട് കൂടിയിട്ട് സാധിക്കും. ഇനേബിൾ ജോബ് ഓർഡർ പ്രോസസ്സിംഗ്, ഇനേബിൾ കോസ്റ്റ് ട്രാക്കിംഗ്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. യൂസർ ഡിസ്കൗണ്ട് കോളം ഇൻവോയ്സ്, ഇതെല്ലാം നമ്മൾ സെയിലിലേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് ബില്ലിൽ തന്നെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കോളം ആഡ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. സെയിൽ അടിക്കുമ്പോൾ അതിൽ ഡിസ്കൗണ്ടിന്റെ ഒരു കോളം സെപ്പറേറ്റ് വേണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അത് വേണമെങ്കിൽ എസ് കൊടുക്കുക, അതല്ലെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബില്ലഡ് ക്വാണ്ടിറ്റി കോളം ഇൻ ഇൻവോയ്സ്, ഇതും നമ്മൾ സെയിൽ എടുക്കുമ്പോൾ പഠിക്കും. അതായത് നമുക്കൊരു കസ്റ്റമർ ഇപ്പൊ 100 പീസ് സാധനത്തിന് ഓർഡർ തന്നു, നമ്മളിപ്പോൾ 50 പീസ് സാധനം മാത്രമേ സ്റ്റോക്കില്ല. അപ്പൊ നമ്മൾ 50 പീസ് മാത്രമല്ല ബില്ലടിക്കൂ. അത് നിങ്ങൾക്ക് ബില്ലിൽ സെപ്പറേറ്റ് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ ഇനേബിൾ ചെയ്ത് വെക്കാം. കാരണം ഓർഡർഡ് ക്വാണ്ടിറ്റിയും നമ്മൾ ബില്ല് ചെയ്ത ക്വാണ്ടിറ്റിയും സെപ്പറേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ. പിന്നെ ഇനേബിൾ GST ചോദിക്കുന്നുണ്ട്. ഇവിടെ GST ഇനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എസ് അടിക്കാം. GSTന്റെയും നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് വരുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. സ്റ്റേറ്റ് നിർബന്ധമായിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണോ കോമ്പറ്റീഷൻ ആണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല സെസ് ആണോ എന്നില്ല, ഓൺലൈൻ ആണോ എന്നുള്ളത് നിങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ ഫയലിംഗ് പീരീഡ് എങ്ങനെയാണ്, മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. റെഡ് സെക്സ് ഉണ്ടോ എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് യൂസർ നെയിമും അതേപോലെ തന്നെ മോഡ് ഓഫ് ഫയലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻവോയ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ എസ് കൊടുക്കുക. കാരണം ഇൻവോയ്സ് നിങ്ങൾ കമ്പനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അപ്ലിക്കബിൾ ആവില്ല. നിങ്ങളെ ടേൺ ഓവറും കാര്യങ്ങളും 5 കോടിക്ക് മുകളിലായാൽ മാത്രമേ ഇൻവോയ്സ് അപ്ലിക്കബിൾ ആവില്ലൂ. അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഇ-വേ ബില്ല് അപ്ലിക്കബിൾ ആണോ എന്ന് ചോദിക്കുന്നത്, എസ് കൊടുക്കുക. അത് ഇ-വേ ബില്ല് എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് ഡേറ്റ് മുതലാണോ അത് നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരേണ്ടതെന്ന് ചോദിക്കുന്നത്, നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻട്രസ്റ്റ് റേറ്റിനും ഇ-വേ ബില്ല് വേണോന്ന് ചോദിക്കുന്നത്, അതും എസ് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ എടുക്കും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ GST ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ GST ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആക്സെപ്റ്റ് ഉണ്ട്, ജസ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കാം. GST നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതായിരിക്കും, ഇപ്പം ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കണക്കെ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് GST കാര്യങ്ങൾ ഇതിലുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കാം. പിന്നെ വരുന്നത് TDS ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. TDS നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും നിങ്ങളിപ്പം കമ്മീഷൻ കൊടുക്കുന്നുണ്ട്, TDS അപ്ലിക്കബിൾ ആണ്. റെന്റ് പേ ചെയ്യുന്നുണ്ട്, TDS അപ്ലിക്കബിൾ ആണ്. പിന്നെ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് വാല്യൂ 25,000 മുകളിലെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ TDS അപ്ലിക്കബിൾ ആണ്. അപ്പൊ ഇതെല്ലാം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ TDS ഇനേബിൾ ചെയ്യാം. അതുപോലെ തന്നെ TCS, നിങ്ങൾക്ക് TCS വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ പർച്ചേസ് നമുക്ക് 50 ലക്ഷത്തിന് മുകളിലും ഒരു പാർട്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലെല്ലാം TCS അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനേബിൾ ചെയ്യാം. കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ. അതേപോലെ തന്നെ വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് ഇനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇനേബിൾ ചെയ്യാം. നിങ്ങൾ സർവീസ് ടാക്സ് ഇനേബിൾ ചെയ്യണമെങ്കിൽ ഇവിടെ ഇനേബിൾ ചെയ്യാം. ബാക്കി ഇതിൽ ഓൺലൈൻ ആക്സസും റിമോട്ട് ആക്സസ് എല്ലാം നമുക്കിപ്പം നമ്മുടെ കമ്പനീസ് ഓൺലൈൻ വഴി ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലെല്ലാം നമുക്ക് ഈ ഒരു ഫീച്ചറിലൂടെയാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യേണ്ടത്. tally.net നമുക്ക് ലൈസൻസ് ഓൺലൈൻ വഴി ആക്സസ് ചെയ്തിട്ട് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പേറോളിൽ വരുന്നത് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് കമ്പനി ക്രിയേഷന്റെ സെറ്റപ്പ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇത് പറയുന്നു. ഇത് നിങ്ങൾക്ക് ഇപ്പം തന്നെ എല്ലാം ഇനേബിൾ ചെയ്യണമെന്നില്ല. ഇപ്പം ഇവിടെ പേറോൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ പേറോൾ എപ്പോഴാണോ ചെയ്യുന്നത് ആ സമയത്ത് ഇത് ഇനേബിൾ ചെയ്താൽ മതി. ഇപ്പം മാൻഡേറ്ററി അല്ല, ചെയ്യണമെന്നില്ല. നമുക്ക് ഏത് നിമിഷമാണെങ്കിലും ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ. അപ്പം പേറോൾ കാര്യങ്ങൾ നിങ്ങൾ ടാലിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എസ് കൊടുക്കാം. പേറോൾ സ്റ്റാറ്റ്യൂട്ടറി ചെയ്യുന്നുണ്ടെങ്കിൽ, ടാക്സും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിവിടെ എസ് കൊടുക്കുക. പിന്നെ ഇനേബിൾ പേയ്മെന്റ് റിക്വസ്റ്റ് ഷെയർ പേയ്മെന്റ് ലിങ്ക് QR കോഡ്, അതായത് നിങ്ങളൊരു ബില്ല്, ഒരു സെയിൽ ബില്ല് അടിക്കുമ്പോൾ അതിന്റെ എമൗണ്ടിന്റെ, അതിന്റെ ആ ഒരു ബില്ലിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ പേയ്മെന്റ് ചെയ്യേണ്ട QR കോഡ് ആ ഒരു ബില്ലിൽ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എസ് കൊടുക്കാം. പിന്നെ ഇനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ്സസ്, നിങ്ങളെ കമ്പനിക്ക് മൾട്ടിപ്പിൾ അഡ്രസ് ഉണ്ടെങ്കിൽ, അതായത് ഗോഡൌൺ ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മുടെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിൽ ഒരു A എന്ന് പറയുന്ന ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, നമുക്ക് B എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഗോഡൌൺ ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അഡ്രസ്സായി ആ ഒരു ബ്രാഞ്ച്, ഇപ്പം ഗോഡൌണോ ഇല്ലെങ്കിൽ ബ്രാഞ്ചോ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാനാണ് ഇനേബിൾ മൾട്ടിപ്പിൾ അഡ്രസ് എന്നുള്ളത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. മാർക്ക് മോഡിഫൈഡ് വൗച്ചർ വേണമെങ്കിൽ, നിങ്ങൾക്ക് മാർക്ക് ചെയ്യണമെങ്കിൽ മോഡിഫൈഡ് വൗച്ചർ എസ് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് എസ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടാലി ഇന്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ടാലി പ്രിൻസ് 6.0ന്റെ ഇന്റർഫേസ് വരുന്നത്. ഓക്കെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കമ്പനി കാണുന്നുണ്ട്, ഡാറ്റ കാണുന്നുണ്ട്, എക്സ്ചേഞ്ച് കാണുന്നുണ്ട്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഷെയർ, പ്രിന്റ്, ഹെൽപ്പ്, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കൊന്ന് ജസ്റ്റ് ഓടിച്ച് വിടാം. ബാക്കി ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. നമ്മളിപ്പോൾ കമ്പനി ക്രിയേഷനാണ് ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും തരത്തിൽ തിരുത്തലുകൾ, എന്തെങ്കിലും മിസ്റ്റേക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ വന്നു കഴിഞ്ഞാൽ F3, അതായത് കമ്പനിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ക്രിയേറ്റ് കമ്പനി, ആൾട്ടർ കമ്പനി, സെലക്ട് കമ്പനി, ഷട്ട് കമ്പനി. ക്രിയേറ്റ് കമ്പനി നമ്മൾ ഇപ്പോൾ കണ്ടതുപോലെ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾട്ടർ കമ്പനി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ക്രിയേറ്റ് ചെയ്ത കമ്പനിക്ക് ആൾട്ടർനേഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ, ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിലാണ് നമുക്ക് ആൾട്ടർ കമ്പനി കൊടുക്കുന്നത്. സെലക്ട് കമ്പനി ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു സിസ്റ്റത്തിൽ തന്നെ മൾട്ടിപ്പിൾ കമ്പനീസ് വർക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെലക്ട് കമ്പനി യൂസ് ചെയ്യുന്നത്. ഷട്ട് കമ്പനി യൂസ് ചെയ്യുന്നത് നിങ്ങളൊരു കമ്പനി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷട്ട് കമ്പനി യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് കമ്പനിയിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെയും കാണാം, ഇവിടെ കെന്റെ അടിയിൽ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് കമ്പനി കാണാം. അതായത് ഷോർട്ട് കട്ട് കീ ആണ്. അത് Alt K പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ ഇനേബിൾ ആകും. അതിലും ഇതേ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത് ക്രിയേറ്റ്, ആൾട്ടർ, ചേഞ്ച്, സെലക്ട്, ഷട്ട്, കണക്ട്, റിമോട്ട് ആക്സസ്, ബ്രൗസർ ആക്സസ്, ഫീച്ചർ, സെക്യൂരിറ്റി, ടാലി, വാൾട്ട്, ഓൺലൈൻ ആക്സസ്, ഇത്രയും കാര്യങ്ങളായാലും ഇതെല്ലാം പേര് പോലെ തന്നെയാണ്. വലിയ ടഫ് അല്ല, എന്നാലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഓരോന്നും പഠിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് റിമോട്ട് ആക്സസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ
ഫീച്ചർ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഫീച്ചേഴ്സ് ഇനേബിൾ ചെയ്യണമെങ്കിൽ F11 പോവുക. സെക്യൂരിറ്റീസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ഓരോരോ സ്റ്റാഫിനെല്ലാം എന്തെങ്കിലും സെക്യൂരിറ്റി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. ടാലി വാൾട്ട് അവൈലബിൾ ആണ്, ടാലിയുടെ സ്റ്റോറേജ് അവൈലബിൾ ആണ്, ഓൺലൈൻ ആക്സസും ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് മെയിൻലി കമ്പനിയിൽ വരുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് ഡാറ്റയിലാണ്. ഡാറ്റയിൽ വന്നു കഴിഞ്ഞാൽ ബാക്കപ്പ് ചെയ്യാനും നിങ്ങളുടെ കമ്പനി ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും, റീസ്റ്റോർ എന്ന് വെച്ചാൽ വേറൊരു ഡാറ്റ നിങ്ങളുടെ കയ്യിലുണ്ട്, അത് ഈ ഒരു ടാലിയിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസ്റ്റോർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു, നമ്മുടെ ടാലി കാര്യങ്ങളിൽ കുറച്ച് ഹാങ്ങിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഡാറ്റ കഴിഞ്ഞ വർഷത്തെ ഒരു ഡാറ്റ ആയിട്ടും ഈ വർഷത്തെ ഡാറ്റ ഈ വർഷത്തെ ഒരു ഡാറ്റ ആയിട്ടും എല്ലാം സ്പ്ലിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ റിപ്പയർ എന്തെങ്കിലും ബഗ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാനും പിന്നെ മൈഗ്രേറ്റ് ചെയ്യാനും. അതായത് നിങ്ങളിപ്പം ടാലി 4.0 വർക്ക് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ഡാറ്റ നിങ്ങൾ 6.0 ചേഞ്ചസ് ചെയ്യുമ്പോൾ 2-3 ഫങ്ഷൻസിലെല്ലാം മാറ്റം ഉണ്ടാവും. അപ്പോൾ ആ ഡാറ്റ നിങ്ങൾക്ക് ടാലി 6.0 ചേഞ്ചസ് ചെയ്യുമ്പോൾ തമ്മിൽ എന്തെങ്കിലും എറേസ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് സോർട്ട് ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡാറ്റ പാത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡാറ്റ കമ്പനി ഡാറ്റന്റെ പാത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാറ്റാവുന്നതാണ്. പിന്നെ ഇമ്പോർട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നുണ്ട്, ഓരോരോ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. നമുക്കിപ്പം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇമ്പോർട്ട് ചെയ്യാം, GST റിട്ടേൺസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് ചെയ്യാം, അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ഇമ്പോർട്ട് ചെയ്യാം, ഐറ്റം ഗ്രൂപ്പ് ലെഡ്ജേഴ്സ് ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പോർട്ടിങ്ങും സെയിം ആണ്, നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ടാലിന് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും, അത് മൾട്ടിപ്പിൾ ഡോക്യുമെന്റിൽ എക്സ്പോർട്ട് ചെയ്യാനും പറ്റും, PDF ആയിട്ടോ എക്സൽ ആയിട്ടോ ഏത് ഫയലാണ് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ടത് അതുപോലെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഷെയർ ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പ്രിന്റ് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആ ഒരു സെയിലിലെ ഓരോ ഫംഗ്ഷൻ ആ ഓരോരു ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കവർ അപ്പ് ചെയ്ത് പോകുന്നുണ്ടോ. ഇതാണ് മെയിൻലി ഇന്റർഫേസിൽ വരുന്നത്. പിന്നെ ഇവിടെ ഗോ ടു പറഞ്ഞിട്ടുണ്ട്, അതായത് Alt-G ഷോർട്ട് കട്ട് കീ. ഗോ ടുവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഒരുപാട് റിപ്പോർട്ട് ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ടാലിയിൽ വലിയ നോളജ് ഇല്ലാത്ത ഒരാളാണ്, പുതിയതായിട്ട് വന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ ഗോ ടുവിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇതുപോലെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ ഏത് റിപ്പോർട്ട് ആയാലും നിങ്ങൾക്ക് ഗോ ടുന്ന് ഇതേപോലെ സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അതിന്റെ ഷോർട്ട് കട്ട് കീ വരുന്നത് Alt-G ആണ് കേട്ടോ. ഓക്കെ, പിന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് ആൾട്ടർ ചാർട്ട് ഓഫ് അക്കൗണ്ട്. ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലെഡ്ജേഴ്സോ ഐറ്റംസോ എന്ത് ക്രിയേഷൻ ആയി ഗ്രൂപ്പ്സോ മാസ്റ്റേഴ്സ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിലാണ് പോകേണ്ടത്. ആൾട്ടർ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടറിലാണ് പോകേണ്ടത്. ഓക്കെ, പിന്നെ വൗച്ചേഴ്സ് നോർമലി സെയിലോ പർച്ചേസോ സെയിൽസ് റിട്ടേണോ എന്തെങ്കിലും വൗച്ചേഴ്സ് നിങ്ങൾക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ വൗച്ചേഴ്സിലാണ് പോകേണ്ടത്. അതിൽ ഓരോരോ വൗച്ചേഴ്സും ഇതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് എസ്കേപ്പ് അടിക്കുന്നു. പിന്നെ ഡാബൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ബാങ്കിങ്ങിൽ സെപ്പറേറ്റ് ഒരു വിൻഡോയിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ റിപ്പോർട്ട്സിൽ ബാലൻസ് ഷീറ്റ് വേണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേണോ, സ്റ്റോക്ക് സമ്മറി, റേഷ്യോ അനാലിസിസ്, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് GST സ്റ്റാറ്റ്യൂട്ടറി അങ്ങനത്തെ എന്തെങ്കിലും റിപ്പോർട്ട്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് പോവുക. ഇവിടെ ട്രയൽ ബാലൻസ്, ഡേ ബുക്ക്, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, അക്കൗണ്ട് ബുക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്, ഇൻവെന്ററി ബുക്ക്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻവെന്ററി, അതേപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞതൊക്കെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ പോയി കഴിഞ്ഞാൽ GST റിപ്പോർട്ടും പേറോൾ റിപ്പോർട്ടെല്ലാം നമുക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പേറോൾ റിപ്പോർട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, എക്സംഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അനലൈസ് ആൻഡ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൽ വരുന്നത്. പിന്നെ ഡാഷ്ബോർഡാണ് വരുന്നത്. ഇത് ടാലി എനിക്ക് തോന്നുന്നു 4.0 മുതലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നിങ്ങൾക്കൊരു ഡാഷ്ബോർഡിൽ നമ്മളെ സെയിലിന്റെ അവസ്ഥയും അതുപോലെ തന്നെ പർച്ചേസിന്റെ എല്ലാം നമുക്കൊരു ഗ്രാഫിന്റെ ഇതിൽ ഒരു ഡാഷ്ബോർഡിൽ ക്രിയേറ്റ് ചെയ്ത് ടാലി തന്നെ തരുന്നുണ്ട്. നമുക്ക് നമ്മുടെ സെയിൽ എത്ര വാല്യൂ ഉണ്ട്, ഓരോരോ മാസം സെയിൽ എത്രയാണ്, പർച്ചേസ് എത്രയാണ്, അതെല്ലാം ഇവിടെ നമുക്ക് ഗ്രാഫിന്റെ സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്യാഷ് ഇന്നും ക്യാഷ് ഔട്ടും ഇവിടെ കാണിക്കുന്നുണ്ട്, ട്രെൻഡിങ് ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്, നമുക്ക് റിസീവബിൾസ് എത്ര, പേബിൾസ് എത്ര എന്ന് കാണിക്കുന്നുണ്ട്, അസറ്റ് കാണിക്കുന്നുണ്ട്, ലാബിലിറ്റി കാണിക്കുന്നുണ്ട്, ഇൻവെന്ററിയുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇത് നമുക്ക് കസ്റ്റമൈസേഷനും ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇതാണ് കമ്പനി ക്രിയേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ കമന്റിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ എന്തായാലും 100% നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ തെളിയിക്കുന്നത് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്ക് തരാം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റു ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൂടെ കൂടാനായിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ജസ്റ്റ് അതിലൊരു റിക്വസ്റ്റ് വിടാം. ഓക്കെ, ഇത്ര മാത്രമേ നമ്മുടെ ഇന്നത്തെ വീഡിയോസിലുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെക്കും ബൈ. It's me Ashif signing out.